അതേ ബാറിലേക്ക് ആ സൈക്കോ ഹൻസൻ വരുന്നുണ്ട്. അയാൾ സിൻഡിയെ കാണും. സിൻഡി അയാളെ കണ്ട ഉടനെ പേടിച്ച് വിറച്ച് നിലവിളിക്കുക. സോ ഇവള് രക്ഷപ്പെട്ടു, ഇവള് തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ഹൻസന് മനസ്സിലായി. അയാൾ ഇവളെ കണ്ട ഉടനെ പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവും. നേരെ വീട്ടിലേക്ക് വന്ന് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇപ്പൊ ജീവനോടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു തെളിവ് അവൻ ബാക്കി വെച്ചിട്ടുണ്ട്. അതിനെങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയാൽ മാത്രമേ ഇവന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. നേരിട്ടിറങ്ങിയാൽ പിടിക്കപ്പെടുകയും ചെയ്യും. സോ ഇവൻ ആദ്യം ആ തെരുവിൽ ഏതൊക്കെയോ പിമ്പിനെ വിളിക്കുകയാണ് ഇവളെ വിവരം അന്വേഷിച്ചിട്ട്. ആർക്കും കറക്റ്റായിട്ട് ആളെ മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് ഹീറോ കലക്ടറെ കണ്ട് ഈ ഹൻസനാണ് കുറ്റവാളി, അയാൾക്കെതിരെ വാറണ്ട് വേണം, അവൻ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്ന് ചോദിക്കുക. പക്ഷെ സോളിഡ് എവിഡൻസ് ഇല്ലാതെ എനിക്ക് അറസ്റ്റ് വാറണ്ട് തരാൻ പറ്റില്ല എന്നും പറഞ്ഞ് ആ ആവശ്യം ഈ കലക്ടർ നിഷേധിക്കുകയാണ്. ആ സമയത്ത് ഹീറോയ്ക്കൊരു കോള് വരുന്നുണ്ട്. ഈ സിൻഡി നമ്മുടെ ഹൻസനെ പേടിച്ച് ഈ സിറ്റി വിട്ടു പോകാൻ വേണ്ടിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോയിരിക്കുകയാണത്രേ. ഹീറോ എയർപോർട്ടിലേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് നീ പോകരുത്, നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ നാറിയെ ഞങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നും പറഞ്ഞ് തിരിച്ചു വിളിച്ചുകൊണ്ട് വരിക. എന്നിട്ട് ഈ കാണാതായ പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് നിനക്ക് കിട്ടിയ ഭാഗ്യം ഇവരാർക്കും കിട്ടിയിട്ടില്ല, ഇവരെ കുടുംബത്തിനും കിട്ടിയിട്ടില്ല, അറ്റ്ലീസ്റ്റ് അവരുടെ ബോഡിയെങ്കിലും റിക്കവർ ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. നീയില്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയില്ല. നിനക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പറന്നു പോകാം, പക്ഷെ നിന്റെ ഉപകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാവപ്പെട്ട പെൺകുട്ടികളെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ദയവ് ചെയ്ത് സഹായിക്കുന്നും പറഞ്ഞ് ചോദിക്കുകയാണ് ഹീറോ. അപ്പൊ അതിന് സിൻഡി, എനിക്കൊരു ഉറപ്പുമില്ല നിങ്ങൾ അവനെ പിടിക്കുമെന്ന്. നിങ്ങളെ സഹോദരിയെ കൊന്നവനെ നിങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞോ? അതിന് ഹീറോ പറയും, ഇല്ല, 6 വർഷം തടവിന് ശേഷം അവൻ വീണ്ടും പുറത്തു വന്നു. എനിക്കവനെ കാണാൻ കഴിയുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ സിസ്റ്റം അങ്ങനെയാണ്. എന്നാൽ നിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല. ഞാൻ വാക്ക് തരുന്നു, അവനെ ഞങ്ങളെ പിടിക്കും. പിന്നീട് ഒരിക്കലും അവൻ പുറം ലോകം കാണില്ല. ഇവരുടെ ഈ കോൺവെർസേഷൻ കഴിയുമ്പോൾ നമ്മുടെ ഹൻസനെയാണ് കാണിക്കുന്നത്. അയാളെ വീട്ടിലേക്ക് ഭാര്യയും പിള്ളേരും തിരിച്ചു വന്നിട്ടുണ്ട്. ഭാര്യയ്ക്കാണെങ്കിൽ ഹൻസനെ നല്ല പേടിയാ. പുള്ളിക്കാരൻ പറയുന്നതിന് മറുത്തൊരു വാക്ക് ആ സ്ത്രീ പറയില്ല. ഇയാൾ ചെയ്യുന്ന ക്രൈമിനെ കുറിച്ചും ആ പാവം സ്ത്രീക്ക് അറിവില്ല. അവരെപ്പോഴും പള്ളിപ്പോക്കും പ്രാർത്ഥനയായിട്ട് ജീവിച്ചു പോവുക. അപ്പോഴായിരിക്കും ഈ ഹൻസൻ ഒരു കോള് വരുന്നത്. ഉടനെ അയാൾ എങ്ങോട്ടോ പുറപ്പെടുന്നു. ഈ നേരം ഹീറോ നമ്മുടെ സിൻഡിയെ അങ്ങേരുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. കാരണം വേറെ എവിടെയും പാർപ്പിക്കാൻ പറ്റില്ല, അവൾക്ക് സേഫ് അല്ല. എന്നാൽ ഹീറോയുടെ ഭാര്യ അത് അനുവദിക്കുന്നില്ല. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇവിടെയും കുട്ടികളുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഹീറോയുടെ അടുത്ത് വഴക്കുണ്ടാക്കുക. ഈ വഴക്ക് സിൻഡി കേൾക്കുന്നുണ്ട്. അവൾ ചെറുപ്പം മുതലേ ഈ വഴക്ക് കേട്ടാണ് വളർന്ന്. താൻ പോകുന്നിടത്തെല്ലാം ഒരധികപ്പറ്റായി മാറുന്നു എന്നുള്ള വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് ബാഗും എടുത്ത് അവൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങാണ്. ഹീറോയോട് പറയാതെ നേരെ ചെല്ലുന്നത് അവളുടെ പഴയ പിമ്പിന്റെ അടുത്തേക്കാ. അവനാണെങ്കിൽ ഇവള് ക്ഷീണിച്ചിരിക്കാന്ന് പോലും നോക്കാതെ ഉടനെ തന്നെ വർക്കിന് ഇറങ്ങാൻ പറയും. ഈ സമയത്ത് സിൻഡി ഇറങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കിയ ഹീറോ അവൾ അന്വേഷിച്ച് തെരുവിലേക്ക് ഇറങ്ങാണ്, കൂട്ടുകാരൻ പോലീസിന്റെ ഒപ്പം. അതേ നേരത്ത് ഈ സൈക്കോയും സിൻഡി അന്വേഷിച്ച് തെരുവിലൂടെ നടക്കുന്നുണ്ട്. സിൻഡി ആണെങ്കിൽ കൊടും തണുപ്പ് സഹിക്കാൻ പറ്റാതെ അവളെ കയ്യിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ബാറിനകത്തേക്ക് കയറും. ഇത് നമ്മുടെ സൈക്കോ കാണുന്നുണ്ട്. അയാളും പുറകെ ചെല്ലുക. ഈ സിൻഡി ബാറിനകത്ത് കയറി ഒരു ബാത്റൂമിൽ ചെന്ന് അവളെ കയ്യിലുള്ള എല്ലാ ഡ്രഗ്സും ഒരുമിച്ച് ഉപയോഗിക്കുകയാണ് വിഷമം കൊണ്ട്. ഈ സമയത്ത് ഭാഗ്യത്തിന് സിൻഡി അന്വേഷിച്ചു വന്ന ഹീറോയ്ക്ക് അവൾ ആ ബാറിൽ തന്നെ ഉണ്ടെന്നുള്ള വിവരം കിട്ടുന്നു. സിൻഡി ആണെങ്കിൽ മൂക്കിന്നൊക്കെ രക്തം വന്ന് മരിക്കാൻ പോണ അവസ്ഥയിൽ കിടക്കുകയായിരിക്കും. സൈക്കോയുടെ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ നമ്മുടെ ഹീറോയുടെ കയ്യിൽ അവളെ കിട്ടിക്കഴിഞ്ഞു. നേരെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ട്രീറ്റ്മെന്റ് കിട്ടുമ്പോൾ അവൾക്ക് ഭേദമാകും. അപ്പോഴാണ് അവളുടെ കഥ പറയുന്നത്. അവളുടെ അമ്മ 15 വയസ്സായിരിക്കുമ്പോഴാണ് സിൻഡിയെ പ്രസവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് അവർക്കൊരു നാണക്കേടായിരുന്നു. ഈ കുഞ്ഞിനെ പലപ്പോഴും മറച്ചു വെക്കുകയാണ് അവർ ചെയ്തത്. അതുപോലെ അമ്മ സഹോദരിയാണെന്നും പറഞ്ഞിട്ടാണ് ഇവളെ വളർത്തിയത്. അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല. ഇത് കൂടാഞ്ഞിട്ട് അമ്മയുടെ അങ്കിൾ ഇവളെ പലപ്പോഴും ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതിനെ വീട്ടുകാർ ചോദ്യം ചെയ്തില്ല. വളരെ ചെറുപ്രായത്തിലാണെന്ന് ആലോചിക്കണം. ആ വിഷമത്തിലാണ് പെണ്ണ് വീട് വിട്ടിറങ്ങി ഓടിയത്. പിന്നീട് തെരുവിലായിരുന്നു. ആര് വിശ്വസിക്കണമെന്നറിയില്ല. കൂടി എല്ലാവരും ചതിക്കുക, ഉപയോഗിക്കുക. അവസാനം ഒരാളെങ്കിലും വിശ്വസിക്കാൻ പറ്റിയല്ലോ എന്നും പറഞ്ഞ് അവൾ ഹീറോയോട് കരയും. ഈ സമയത്ത് നമ്മുടെ സൈക്കോ ആ റെഡ് സ്ട്രീറ്റിലെ തന്നെ വലിയൊരു പിമ്പുണ്ട്. അവനെ കണ്ട് ഈ സിൻഡിയുടെ ഡീറ്റെയിൽസും കൊടുത്ത് എത്രയും പെട്ടെന്ന് എനിക്ക് ആ പെൺകുട്ടിയെ വേണമെന്ന് പറയും. പകരത്തിന് വലിയൊരു തുക കൊടുക്കാമെന്നും പറയും. സോ പുള്ളിക്കാരെ സമ്മതിച്ച് നേരെ ചെന്ന് സിൻഡിയുടെ ലോക്കൽ പിമ്പില്ലേ അയാളെ തല്ലിയിട്ട് എത്രയും പെട്ടെന്ന് ഈ പെൺകുട്ടിയെ എത്തിക്കാൻ പറയുക. ആ ലോക്കൽ പിമ്പ് ഈ വലിയ പിമ്പിന് കുറച്ച് പണം കൊടുക്കാനുണ്ട്. സോ അവനും സമ്മതിക്കും. എത്രയും പെട്ടെന്ന് എത്തിക്കാമെന്നും പറഞ്ഞ് അവൻ പോവാണ്. പിറ്റേ ദിവസം ഹീറോയും കൂട്ടുകാരൻ പോലീസും കൂടെ ചേർന്ന് ഈ ഹൻസൻ സൈക്കോയുടെ വീടിനരികെ ചെന്ന് അയാളെ വേവ് നോക്കുക. ഇതവൻ മനസ്സിലാക്കും. അവന്റെ പിള്ളേരുണ്ട് വീട്ടിൽ. പെട്ടെന്ന് തന്നെ ഹൻസൻ തന്റെ കയ്യിലുള്ള എവിഡൻസുകളെല്ലാം ഒരു സഞ്ചിക്കകത്താക്കി, തോക്കും പെൺകുട്ടികളുടെ ജ്വൽസൊക്കെ ഒരു സഞ്ചിക്കകത്താക്കി കാറും എടുത്ത് അവിടുന്ന് പുറപ്പെടുകയാണ്. ഇവൻ എങ്ങോട്ടാ പോണേന്ന് ഇവർക്ക് മനസ്സിലാവില്ല. എന്തായാലും ഇവർ ഫോളോ ചെയ്ത് പോവാ. നേരെ അവൻ പോകുന്നത് അവന്റെ പ്ലെയിൻ എടുക്കാൻ വേണ്ടിയിട്ടാ. സോ അപ്പം തന്നെ നമ്മുടെ പോലീസുകാർക്ക് മനസ്സിലാകും അവൻ എവിഡൻസ് കൊണ്ടുപോയി കളയാൻ വേണ്ടിയിട്ടാണ് പ്ലെയിൻ എടുക്കുന്നത്.
എങ്ങനെയെങ്കിലും ആ പ്ലെയിൻ നിർത്താൻ അവർ പറയുന്നുണ്ട്. പക്ഷെ അതോറിറ്റികളെ അറിയിക്കുമ്പോഴേക്കും ഈ സൈക്കോ പ്ലെയിൻ എടുത്തു കഴിഞ്ഞു. അയാൾ എങ്ങോട്ടാ പോയതെന്നറിയാൻ വേണ്ടി ഇവരും ഇവരെ ഫ്ലൈറ്റൊക്കെ വെച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ പിടിക്കാൻ കഴിയുന്നില്ല. ഈ സൈക്കോ എവിടെയോ കൊണ്ടുപോയി വിമാനം ഇറക്കി തന്റെ കയ്യിലുണ്ടായിരുന്ന എവിഡൻസ് എല്ലാം കുഴിച്ചു മൂടാതെ ഒരു സ്ഥലത്ത് ഒളിച്ചു വെക്കുകയാണ്. കൂടെ തന്നെ മോനും ഉണ്ട്. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മോനെയും കൊണ്ട് വേട്ടയ്ക്ക് പോയതാണെന്ന് പറയാലോ. അത് കഴിയുമ്പോൾ പോലീസിന് വിവരം കിട്ടും സൈക്കോ തിരിച്ച് വീട്ടിലേക്ക് ചെന്നു എന്നുള്ളത്. അവൻ എവിടെയാണ് കൊണ്ടുപോയി വിമാനം ഇറക്കിയെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് എവിഡൻസ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഹീറോയും ചീഫും നേരെ കളക്ടറെ ചെന്ന് കണ്ടിട്ട് FBI റിപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്കും. ഏതൊരു കൊലപാതകം നടന്നാലും ആ ക്രൈം ആരാണ് ചെയ്തിട്ടുണ്ടാകുക എന്ന ഊഹാപോഹം വെച്ച് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമല്ലോ. അത് FBI ചെയ്തിട്ടുണ്ട്. അവര് പറയുന്ന അനുസരിച്ച് ഏകദേശം 40 വയസ്സ് പ്രായമുള്ള വൈറ്റ് മെയിലാണ് സസ്പെക്ട്. ആവറേജ് ഹൈറ്റ്, കമ്മ്യൂണിറ്റിയിൽ റെസ്പെക്റ്റ് ആയിട്ടുള്ള മെമ്പർ, ഇതിനെപ്പറ്റി വിവരമൊന്നുമില്ലാത്ത ഒരു പാവം ഭാര്യ. നൈറ്റ് ഈ ക്രൈമുകൾ ചെയ്യാൻ അവന് വേണ്ടുവോളം സമയം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ സ്വന്തമായ വരുമാനം ഉണ്ടാവണം. മുന്നെന്തെങ്കിലും കേസിലും പെട്ടിരിക്കാം, സെക്ഷൽ അസാൾട്ടോ തെഫ്റ്റോ ആയിട്ടുള്ള കേസുകളിൽ. പിന്നെ സംസാരിക്കുമ്പോൾ വിക്കലും ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു ട്രെയിൻഡ് ഹണ്ടറും ആയിരിക്കണം. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അത് ഹാൻസൺ തന്നെയാണ്. ആ പ്രൊഫൈൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇത് വെച്ച് വാറണ്ട് വേണമെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് ഹീറോ. പക്ഷെ അപ്പോഴും കളക്ടർ സമ്മതിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ ഫിസിക്കൽ എവിഡൻസ് ഇല്ലാതെ ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇഷ്യൂ ചെയ്താൽ പിന്നെ അവർക്ക് കുഴപ്പമാണ്. അപ്പൊ ഹീറോ, എനിക്ക് ഫിസിക്കൽ എവിഡൻസ് അല്ല, ഒരു മനുഷ്യനായി തന്നെ എവിഡൻസ് ഉണ്ട്. സിൻഡി പോൾസൺ, ആ കുട്ടിയെ ഇയാൾ റേപ്പ് ചെയ്തിട്ടുണ്ട്. അതും അവൾക്ക് 17 വയസ്സുള്ളപ്പോൾ. അതുപോലെ വാറണ്ടിനെന്ന് ചോദിക്കുമ്പോൾ കളക്ടർ പറയും ആ ഒരു സംഭവം വെച്ച് അറസ്റ്റ് ചെയ്താൽ ആ പെൺകുട്ടിയെ വക്കീലന്മാർ ചൂഷണം ചെയ്ത് എളുപ്പത്തിൽ അവൻ ഇറങ്ങിപ്പോവും. വേറെന്തെങ്കിലും കൊണ്ടുപോവാ, അല്ലാതെ നടക്കില്ല എന്ന് പറയാ പുള്ളി. ഉടനെ ഹീറോ ഈ കാണാതായ പെൺകുട്ടികളുടെ എല്ലാം ഫയലെടുത്ത് കാണിച്ചിട്ട് അവൻ ഇപ്പൊ പിടിച്ചില്ലെങ്കിൽ ഈ എല്ലാ ക്രൈമിനും നിങ്ങളായിരിക്കും ഉത്തരവാദിയാവുക. ഇനി അവൻ ചെയ്യും, അതിനും നിങ്ങളായിരിക്കും ഉത്തരവാദിയാവുക. ഇത്രയൊക്കെ തെളിവ് കൊണ്ട് ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ കസേരയിലിരിക്കുന്നത്? ഞാൻ എന്റെ ജോലിയും പണയം വെച്ചിട്ടാണ് ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ പിടിക്കണമെന്ന് പറയുന്നത്. അതിനോട് സഹകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസാക്ഷിയില്ല. എനിക്ക് ഇപ്പൊ വേണം വാറണ്ടെന്നും പറഞ്ഞ് ഹീറോ അവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങും. ഹീറോയെ ചീഫും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ കളക്ടർക്ക് വേറെ മാർഗമില്ല. അയാൾ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ ഒരു കൂട്ടം പോലീസുകാർ ഹൻസന്റെ വീട്ടിലേക്ക് തന്നെ ചെന്ന് അയാൾ അറസ്റ്റ് ചെയ്യാണ്. സ്റ്റേഷനിലേക്ക് വരാൻ പറയും. പുള്ളിക്കാരന്റെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയി ആദ്യം ഹീറോയാണ് ചോദ്യം ചെയ്യുക. 1971 നിങ്ങളെ പേരിൽ ഒരു കേസുണ്ടായി, അതിന് നിങ്ങൾക്ക് ശിക്ഷയും കിട്ടിയിട്ടുണ്ട്, അതിനെപ്പറ്റി പറയാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പൊ ഹൻസൻ, എനിക്ക് ചില നീഡ്സ് ഉണ്ട്, അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന് ഞാൻ പണം കൊടുത്ത് കൊണ്ടുപോയി. ആ പെണ്ണ് കൂടുതൽ പണം വേണമെന്ന് പറഞ്ഞ് വഴക്കായി ചെന്ന് കേസ് കൊടുത്തു. ഇത് മാത്രമാണ് സംഭവിച്ചത്. അപ്പൊ 71 വേറെ ഒരു കേസുണ്ട്, അതും ഇതേപോലെ തന്നെയാണ് നടന്നിരിക്കുന്നത്. പണം ചോദിച്ച് വഴക്കായതാണ്. എന്നാൽ ആ പെൺകുട്ടികൾ മൊഴി കൊടുത്തത് ഇയാൾ തോക്ക് ചൂണ്ടി അവരെ ഭീഷണിപ്പെടുത്തിയെന്നാണ്. പക്ഷെ ഞാനത് ചെയ്തിട്ടേ ഇല്ല എന്നും പറഞ്ഞ് അയാൾ വാദിക്കാൻ തുടങ്ങും. ഈ സമയത്ത് വേറെ ഒരു കൂട്ടം പോലീസുകാർ ഇയാളെ വീട് മുഴുവൻ പരിശോധിക്കുന്നുണ്ട്, എന്തെങ്കിലും എവിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നും കിട്ടുന്നുണ്ടാവില്ല. ഹീറോ, നിങ്ങൾ എന്തിനാണ് പുറമെയുള്ള പെണ്ണുങ്ങളെടുത്ത് പോകുന്നത്? വീട്ടിലൊരു ഭാര്യ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹൻസൻ പറയും, ഞാൻ ഭാര്യയെ റെസ്പെക്ട് ചെയ്യുന്നു, അതുകൊണ്ട് ചില കാര്യങ്ങൾ അവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് പുറത്തു പോകുന്നത്. ഈ സ്ത്രീകളാണ് കുറ്റക്കാരികൾ. അപ്പൊ ഹീറോ, നിങ്ങളെ പേരിൽ മറ്റൊരു കേസുണ്ടല്ലോ, അതൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് പെണ്ണല്ല, റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പെണ്ണ. അവളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്തിട്ടുണ്ട്. ആ കേസിന് 2 വർഷം അകത്ത് കിടന്നിട്ടുണ്ട്. ആ കേസിനെ പറ്റി എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. അതിന് ഹൻസൻ, എനിക്ക് ആ പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ അവളെ റേപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല, അവളോട് സംസാരിക്കാൻ വേണ്ടി ചെന്നതാ. പക്ഷെ അറിയാതെ സംഭവിച്ചു പോയി. ഇതെല്ലാം വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമാണ്. അതൊന്നും ഇപ്പൊ ഞാൻ ഓർക്കാറേയില്ല. ഇപ്പൊ ഞാനൊരു കുടുംബസ്ഥനായി വൃത്തിയായിട്ട് ജീവിച്ചു പോവാ. നിങ്ങൾ അനാവശ്യമായിട്ടാണ് എന്നെ സംശയിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഹീറോ, ഈ എല്ലാ പെൺകുട്ടികളും പറഞ്ഞത് നിങ്ങൾ തോക്ക് മുനയിൽ നിർത്തി അവരെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നാണ്. ഈ എല്ലാ പെണ്ണുങ്ങൾക്കും തെറ്റുപറ്റുമോ? അവരെല്ലാം കൂടെ ഒരുമിച്ച് മണ്ടിമാരാവോ? ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നിങ്ങൾ കള്ളമാണ് പറയുന്നത്. ഇതെല്ലാം ഇപ്പൊ ജീവനോടെയുള്ള പെൺകുട്ടികൾ പറഞ്ഞ കേസുകളാണ്. ജീവൻ പോയ പല പെൺകുട്ടികളും ഉണ്ട്. അവരിപ്പോ എവിടെയാണെന്ന് പോലും അറിയില്ല. എന്തായാലും അവസാനം ഞങ്ങൾക്ക് കിട്ടിയ ബോഡിയിൽ നിന്നും ഒരു 223 ബുള്ളറ്റ് ഷെൽ കിട്ടിയിട്ടുണ്ട്. ആ പെൺകുട്ടിയെ നിങ്ങളാണോ കൊലപ്പെടുത്തിയത്? ഉടനെ ഹെൻസൺ പറയാണ്, എനിക്കൊരു മനുഷ്യനെ ഉപദ്രവിക്കാൻ കഴിയില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല, എനിക്കതിന് കഴിയില്ല. എനിക്കെതിരെ നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പറഞ്ഞ പോലെ ഇയാളെ ലോക്ക് ചെയ്യാൻ കാര്യമായ തെളിവൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. ഹീറോ ആ വീട് ഒന്നുകൂടെ കാര്യമായി പരിശോധിക്കാൻ പറയാണ്. വീണ്ടും ഹീറോ അയാളെ ചോദ്യം ചെയ്യുന്നു. എനിക്കൊന്നും അറിയില്ല എന്ന് മാത്രമാണ് അയാൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എന്നാൽ ഇയാൾക്കുള്ള ഒരു സൈക്യാട്രിക് പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇയാളെ ചെറുപ്രായത്തിൽ പെൺകുട്ടികൾ ഇയാളെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇയാൾ പറയുന്നത് വകവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പ്രായത്തിലുള്ള പെൺകുട്ടികളോട് ഇയാൾക്ക് തീരാത്ത വെറുപ്പാ. ചെറിയ പെൺകുട്ടികളോട് അവരെ ഡോമിനേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തോക്കുമുനയിൽ നിർത്തി ഇവൻ പറയുന്നതെല്ലാം അനുസരിപ്പിക്കുക. അതിലൂടെ ഇയാൾ ആനന്ദം കണ്ടെത്തുന്നു. അതുപോലെ വേട്ടയാടി കൊല്ലുന്നതും അയാൾക്ക് ഇഷ്ടമാണ്. ഈ സൈക്യാട്രിക് കണ്ടീഷൻ അയാളടുത്ത് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ പുള്ളി പ്രതികരിക്കും. എന്നിട്ട് അവസാനം എനിക്ക് എൻ്റെ വക്കീലിനോട് സംസാരിക്കണം, വക്കീലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോട് മിണ്ടുള്ളൂ എന്ന് പറഞ്ഞ് വാദിക്കുകയാണ്.
ഹീറോ പറയും, നിങ്ങളെ വക്കീൽ വന്നാലും ഇനി നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. കാരണം സിൻഡി പോൾസനെ റേപ്പ് ചെയ്ത കേസിൽ ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് മതി ബാക്കിയെല്ലാം തെളിയിക്കാൻ. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഹീറോ തന്റെ കൂട്ടുകാരൻ പോലീസിനോട് എന്തെങ്കിലും അവന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിക്കും. അവർക്ക് ഇതുവരെയും ഒന്നും കിട്ടിയിട്ടില്ല. അവൻ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോയി എല്ലാം എവിടെയോ വലിച്ചെറിഞ്ഞു എന്നുള്ളവർക്ക് മനസ്സിലായി. എന്നാലും എന്തേലും ബാക്കിയുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് ഹീറോ നേരിട്ട് അയാളുടെ വീട്ടിലേക്ക് വന്ന അവിടുത്തെ പോലീസുകാരോട്, ആ നൊട്ടോറിയസ് ക്രിമിനൽ ഇപ്പൊ രക്ഷപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് പിടിക്കാൻ കഴിയില്ല. എത്രയോ പെൺകുട്ടികളുടെ ജീവനാണ് അവൻ ഇല്ലാതാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് അന്വേഷിച്ച് നോക്കൂ, പൊടി പോലും ഇല്ലാതെ തിരഞ്ഞു നോക്കൂ, എവിടെയെങ്കിലും നമുക്ക് വേണ്ട എവിഡൻസ് ഉണ്ടാവുമെന്ന് പറയുക. അതനുസരിച്ച് അവരെല്ലാം അടപടലം തപ്പി തുടങ്ങി. ഈ സമയത്ത് ഹീറോ സിൻഡിയുടെ അടുത്ത് വന്ന്, ഞങ്ങൾ ഹാൻസനെ അറസ്റ്റ് ചെയ്തു. അവന്റെ വക്കീലന്മാര് നിന്നോട് മോശമായ രീതിയിലെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും. നീ ഭയപ്പെടരുത്, സംഭവിച്ച കാര്യങ്ങൾ വൃത്തിയായിട്ട് പറയുക. അവരെ കണ്ട് പേടിക്കാൻ പാടില്ല. അത് മുൻകൂട്ടി പറയാനാണ് ഞാൻ വന്നതെന്ന് പറയും. അപ്പൊ സിൻഡി, എനിക്ക് എന്റെ സാധനങ്ങൾ തിരികെ വേണം, അത് ചെന്ന് എടുക്കാനുള്ള കുറച്ച് സമയം തരണമെന്ന് പറയും. ഹീറോ, നാളെ ഞാൻ തന്നെ നിന്റെ മൊഴിയെടുപ്പ് കഴിഞ്ഞ് കൊണ്ടുപോയി ആ സാധനങ്ങൾ എടുത്തുതരാം, അതുവരെ ഒന്ന് ക്ഷമിക്കുമെന്ന് പറഞ്ഞിറങ്ങി പോവാം. പക്ഷെ ഇവക്കാണെങ്കിൽ കയ്യിൽ ഡ്രഗ്സ് ഇല്ലാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്നുള്ള മാനസികാവസ്ഥയായിരിക്കും. ഈ സമയത്ത് ഹീറോയുടെ പോലീസുകാർ ആ ഹാൻസന്റെ മച്ചിന്ന് ഈ 223 ഷെല്ല് ഉപയോഗിക്കാൻ പറ്റുന്ന തോക്കുകൾ കണ്ടുപിടിച്ചു. സോ ഇപ്പൊ എവിഡൻസ് ആയി. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പം ഭാര്യ അവൾക്ക് പറ്റിയ തെറ്റ് പറഞ്ഞ് ഹീറോയോട് സോറി ചോദിക്കുക. ആ സിൻഡിക്ക് വേണ്ട ടൂത്ത് ബ്രഷും സോപ്പും പേസ്റ്റും ഒക്കെ അവർ ഹീറോയ്ക്ക് കൊടുക്കും. എന്നിട്ട് സോറി പറയാൻ പറയും. അത് കഴിഞ്ഞ്, ഈ ജോലി വേണ്ടെന്ന് വെച്ച് നമുക്ക് പോകണ്ട, ഈ ജോലിയാണ് നിങ്ങൾ, അതിലൂടെ മാത്രമേ നിങ്ങൾ ജീവിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇത് കളഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടും പോവണ്ട. എന്റെ തെറ്റെനിക്ക് മനസ്സിലായി, ഞാനും എന്റെ പഴയ ജോലി തന്നെ ജോയിൻ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഇവിടെ കഴിയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ഭർത്താവിനെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഹൻസന്റെ വക്കീൽ വന്ന അയാളെ കാണും. ആ വക്കീലിനോട് പോലും ഇയാളെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. പക്ഷെ റേപ്പ് കേസിനെ പറ്റി അറിയാം. റേപ്പ് കേസ് ഒരു കുഴപ്പമാണ്, അതിന് അവർ എവിഡൻസ് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ പിന്നെ നിങ്ങൾ അകത്താകും, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഹൻസനെ സമാധാനിപ്പിച്ചിട്ട് അവിടുന്ന് പോകുന്നു. ഈ നേരത്ത് സിൻഡി പോലീസുകാരുടെ കണ്ണിപ്പെടാതെ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവളുടെ പഴയ പിമ്പിനെയും വിളിച്ച് അയാളുടെ കൂടെ ഈ സിറ്റി വിട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോവാം. പക്ഷെ പിമ്പിന് വേറെ ചില ഐഡിയാസ് ഉണ്ടായിരുന്നു. അയാൾ ഇവളെ ആ വലിയ പിമ്പിന് കൊടുത്താൽ പിന്നെ അവന്റെ കടമെല്ലാം തീർന്നല്ലോ, ഈ നാട് വിട്ട് പോവുകയും ചെയ്യാം. അതുകൊണ്ട് സിൻഡി അറിയാതെ ആ വലിയ ഗുണ്ടപ്പനെ വിളിച്ച് ഒരാളില്ലാ പ്രദേശത്തേക്ക് വരാൻ പറയാം. എന്നിട്ട് സിൻഡിയെ അവൻ അങ്ങോട്ട് കൊണ്ടുപോകും. അവൾക്കതറിയില്ല. ഈ നേരത്താണ് ഹീറോ മനസ്സിലാക്കുന്നത് സിൻഡി രക്ഷപ്പെട്ടു പോയിന്ന്. ഈ ആഫ്രിക്കക്കാരൻ ആളില്ലാത്തൊരു മഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി സിൻഡിയെ ആ ഗുണ്ടപ്പന് കൈമാറുന്നു. അവൻ അവളെ പിടിച്ചോണ്ട് പോകാൻ നേരത്ത് ഈ ആഫ്രിക്കക്കാരന്റെ സ്വഭാവം മാറും. നീ കൊണ്ടുവന്ന പണം വെച്ചിട്ട് ആ പെണ്ണിനെയും വിട്ടു പോയിക്കോന്നും പറഞ്ഞ് തോക്ക് കാണിച്ച് ഇവളോട് കാർ എടുക്കാൻ പറയാ. യഥാർത്ഥത്തിൽ ഇവളെയും രക്ഷപ്പെടുത്താനാണ് ആ ആഫ്രിക്കക്കാരൻ നോക്കിയത്. എന്നാ ഈ രണ്ടും ഫ്രോഡാന്ന് മനസ്സിലാക്കിയ പെണ്ണ് കാർ എടുത്ത് ഒരൊറ്റ വിടീര. ആഫ്രിക്കക്കാരൻ ലോക്കായി. സോ ആ വലിയ ബിംബൻ ആഫ്രിക്കനെ കൊന്നിട്ട് രണ്ടാമത്തെ കാർ എടുത്ത് ഇവളെ ഫോളോ ചെയ്ത് വരും. ആ സമയത്ത് സിൻഡി നമ്മുടെ ഹീറോനെ വിളിച്ച്, ഒരു ഗുണ്ടപ്പൻ എന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്, പിടിച്ചോണ്ട് പോയാൽ അവൻ ആർക്കെങ്കിലും എന്നെ വിൽക്കും, എത്രയും പെട്ടെന്ന് വന്ന് രക്ഷപ്പെടുത്താൻ പറയാ. അപ്പൊ ഹീറോ സിൻഡിക്ക് അറിയാവുന്ന സ്ഥലത്ത് ചെന്ന് ഒളിച്ചിരിക്കാൻ പറയും. ഇവൾക്ക് അറിയാവുന്ന ഒരു ബാറിലേക്ക് കയറി അവിടെ ഒളിച്ചിരിക്കുക. പക്ഷെ ആ ഗുണ്ടപ്പൻ കണ്ടുപിടിച്ച് ഇവളെ പിടിച്ചെടുത്തോണ്ട് പോകാൻ നേരം ഹീറോയും കൂട്ടുകാരനും ചേർന്ന് തോക്ക് കാണിച്ച് അയാളെ ഭീഷണിപ്പെടുത്തി സിൻഡിയെ വിടുവിച്ച് രക്ഷപ്പെടുത്താണ്. അത് കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ചീഫ് പറയും, അവനെതിരെ കൊലപാതക കുറ്റം നമുക്ക് ചുമത്താൻ കഴിയില്ല, കാരണം ഈ തോക്ക് മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ, അത് അവനാണ് ഉപയോഗിച്ചതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മേർഡർ കേസ് തള്ളിപ്പോവും. പിന്നെ റേപ്പ് കേസേ ഉള്ളൂ, അതും കൂടി വന്നാൽ 2 വർഷം അവന് തടവ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും അവൻ പുറത്തു വരും. ഇതെല്ലാം തന്നെ റിപ്പീറ്റഡ്ലി ആരംഭിക്കാനും തുടങ്ങും. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ കൺഫസ് ചെയ്താൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതവൻ ചെയ്യുന്ന ലക്ഷണവുമില്ല. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ചീഫ് ഒരു ഐഡിയ പറയും. അവൻ ഓൾറെഡി ഭയന്നിട്ടുണ്ട്, മുങ്ങി താഴുമോ എന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യുക? കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും, അത് മുഴുവനായിട്ടും മുങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുമെന്ന് പറയുക. ആ നേരത്ത് ആ കൂട്ടുകാരൻ പോലീസ് ഈ സൈക്കോ ഉറങ്ങുന്നതിന് മുന്നേ ഏതോ ഒരു മാപ്പ് നോക്കിയിട്ടിരിക്കും എല്ലാ ദിവസവും. അത് അവന്റെ വീട്ടിൽ നിന്ന് കിട്ടി. അത് കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കുക. ഇതാ വനപ്രദേശത്തിന്റെ മാപ്പാണ്. അവിടെ കുറെ സ്ഥലം അവൻ ഇൻഡ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാപ്പ് നോക്കി അവസാനം ഇവർക്ക് കിട്ടിയ 2 ബോഡി ഇല്ലേ, അതിന്റെ സ്ഥലവും ഹീറോ മാർക്ക് ചെയ്യും. സംഭവം അതേ സ്ഥലങ്ങൾ ഈ സൈക്കോയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവൻ കൊന്നു കുഴിച്ചു മൂടുന്ന സ്ഥലങ്ങളെല്ലാം ഇവൻ ആ മാപ്പിൽ മാർക്ക് ചെയ്ത് വെക്കുമായിരുന്നു. എല്ലാ മാർക്കും കൂടെ നോക്കുമ്പോൾ 20ന് മുകളിൽ പെൺകുട്ടികളെ അവൻ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനെ ലോക്ക് ചെയ്യാൻ എന്താ ചെയ്യുക? കൺഫെഷനാണ് വേണ്ടത്. ഹീറോയുടെ കയ്യിൽ ആകെയുള്ളത് ഏതോ ഒരു പെൺകുട്ടിയുടെ ചേച്ചി തന്ന ഒരു ബ്രേസ്ലെറ്റ് മാത്രമാണ്. ഹീറോ അതുമായിട്ട് നേരെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മുറിയിലേക്ക് കടന്നു പോവാ. അവിടെ അയാളുടെ വക്കീലുണ്ട്, ചീഫുണ്ട്, കളക്ടറുണ്ട്, എല്ലാവരും ഉണ്ട്. ഹീറോ അയാളുടെ മാപ്പ് കാണിച്ചു കൊടുത്ത് ഇതിലെ മാർക്കിങ്സ് ഒക്കെ എന്താണെന്ന് ചോദിക്കും. അതിന് സൈക്കോ പറയാണ് അവൻ വേട്ടയാടിയ സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചാണെന്ന്. അപ്പൊ ഹീറോ
താൻ വേട്ടയാടിയ ഈ 2 സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾക്ക് 2 ബോഡികൾ കണ്ടുകിട്ടിയത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുക. ഹാൻസൺ പറയും, അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ വേട്ടയാടിയ സ്ഥലം മാർക്ക് ചെയ്തെന്നേ ഉള്ളൂ, മറ്റൊരു വിവരവും എനിക്കറിയില്ല. ഉടനെ ഹീറോ, നീ കൊല ചെയ്ത പെൺകുട്ടികളെയെല്ലാം ഇവിടെയല്ലടാ കുഴിച്ചിട്ടിരിക്കുന്നത്, സത്യം പറ, എനിക്ക് ഇനി ഒളിക്കാനാവില്ല, സത്യം പറയുന്നു പറഞ്ഞ് അയാളെ മിരട്ടാണ്. ഇത് കണ്ട അതോറിറ്റി ആൾക്കാർ ഹീറോയോട്, പാടില്ല, നിങ്ങൾ അതിര് കടക്കുന്നു, ഇതിൽ കൂടുതൽ നിയമം ലംഘിക്കാൻ പാടില്ല എന്ന് പറയാ. ഉടനെ ഹീറോ, ഞാൻ നിയമം ലംഘിച്ചിട്ടില്ല സാർ, ഞങ്ങൾക്ക് ഇവന്റെ തോക്ക് കണ്ടുകിട്ടി, ഇനി ലാബ് കൺഫേം ചെയ്താൽ മതി ആ തോക്കിന്റെ ഷെല്ലാണ് നമുക്ക് കിട്ടിയെന്നുള്ളത്, പിന്നെ ഇവന്റെ നാടകം നടക്കില്ല. ഇത് കേട്ടുടനെ ഹാൻസൺ ഒന്ന് പതറുന്നുണ്ട്. അത് കാണുമ്പോൾ ഹീറോ ഒരു ബ്ലഫിംഗ് നടത്താണ്. കഴിഞ്ഞ ദിവസം നീ പറന്നുപോയില്ലേ, ആ എവിഡൻസ് എല്ലാം കൊണ്ടുപോയി കളയാനായിട്ട് നല്ല പൈലറ്റാ, പലതവണ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ചു, പക്ഷേ നിന്റെ ട്രാക്ക് ഞങ്ങൾ മിസ് ചെയ്തില്ല. നീ എവിടെയാ ലാൻഡ് ചെയ്തതെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു, അതിനൊപ്പം നീ ഒളിച്ചു വെച്ച സാധനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഹീറോ ആ ചേച്ചി കൊടുത്ത ബ്രേസ്ലെറ്റ് ഇവന് മുന്നിൽ കാഴ്ചയ്ക്ക് വെക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർക്കത് തേടി കിട്ടിയതല്ല, പക്ഷെ ഇതേപോലെ ഒരെണ്ണം അവനവിടെ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് ഹീറോയ്ക്ക് അറിയാം. ഇത് കാണിച്ചു കൊടുത്ത ഉടനെ ഹാൻസൺ സൈലന്റ് ആവുക. ഹീറോ പറയും, ആ പെണ്ണിനൊരു മോളുണ്ടായിരുന്നു, നിന്റെ മകന്റെ അതേ വയസ്സ്. എന്തേ ഇപ്പൊ നിനക്ക് ചിലക്കാനൊന്നുമില്ലേ? സൂലനെ കൊല്ലുന്നത് നീ ഓർക്കുന്നുണ്ടോ? അവളെ റേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ നീ കൊന്നത്, അതോ കൊന്നു കഴിഞ്ഞിട്ടാണോ റേപ്പ് ചെയ്ത്? ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അയാളുടെ വക്കീൽ, ഇമ്മാരി ക്വസ്റ്റ്യൻസ് എന്റെ ക്ലൈന്റിനോട് ചോദിക്കാൻ പാടില്ല, അത് നിയമപരമല്ല എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക. ഹീറോയുടെ ആ മാപ്പ് കാണിച്ചു കൊടുത്ത്, ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റുകളെല്ലാം ഞങ്ങൾ പരിശോധിക്കും, ഏതെങ്കിലും ഒരു ബോഡി ഇനി കിട്ടിയാൽ മതി, പിന്നെ നീ പുറം ലോകം കാണില്ലടാന്നും പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തുക. ഉടനെ തന്നെ മീഡിയയെയും വിളിക്കുന്നു പറയാണ്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഹാൻസൺ ദേഷ്യപ്പെടാൻ തുടങ്ങും. അയാളുടെ സ്വഭാവമൊക്കെ മാറും. നീ ആരോടാണ് സംസാരിക്കണമെന്ന് അറിയോടാ നിനക്ക്? നീ എന്നെയാണോ ഭീഷണിപ്പെടുത്തുന്നത്? നിനക്ക് എന്നെ ഭീഷണിപ്പെടുത്താൻ കഴിയോടാ? ഞാൻ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല, ഇനിയൊന്നും ഞാൻ വെച്ചേക്കില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുക. ആ സമയത്തായിരിക്കും കറക്റ്റായിട്ട് ഹീറോ സിൻഡിയെ ഇവന് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. സിൻഡിയെ കണ്ടുടനെ, എടി പൊട്ടിപ്പെടി പെണ്ണെ, നിനക്കെന്നെ ഭീഷണിപ്പെടുത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നോ? നീ മൊഴി കൊടുത്തോണ്ട് ഞാൻ അകത്ത് പോകുന്നു വിചാരിക്കുന്നോ? നിന്നെ കയ്യെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൊന്നുകളയണമായിരുന്നു, വൈകിച്ചതാണ് എന്റെ തെറ്റ്, ഇനി നിന്നെ ഞാൻ ജീവനോടെ വിടിലടിയെന്നും പറഞ്ഞ് നിലവിളിക്കുക. ഇതെല്ലാം അതോറിറ്റികൾ കാണുന്നുണ്ട്. സോ അവർക്ക് മനസ്സിലായി ഇവൻ തന്നെയാണ് യഥാർത്ഥ കുറ്റവാളിയെന്നും ഈ ക്രൈമുകളെല്ലാം ഇവൻ തന്നെയാണ് ചെയ്തിരിക്കണമെന്നും. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവനെ പൂർണ്ണമായി ചോദ്യം ചെയ്യാൻ വേണ്ടി മുതിർന്ന ഉദ്യോഗസ്ഥർ ഓർഡർ ഇടുകയാണ്. അതനുസരിച്ച് അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും 17 പെൺകുട്ടികളെ അയാൾ റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ടെന്നും 30ഓളം പേരെ റേപ്പ് ചെയ്ത് ഉപേക്ഷിച്ചിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തുന്നു. എന്നാൽ 17 മാത്രമല്ല, അതിലും കൂടുതലുണ്ടെന്നാണ് അന്നത്തെ പോലീസുകാർ പറഞ്ഞിരുന്നത്. ഇയാൾ ഈ ബോഡികളെല്ലാം എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് പറയാൻ വിസമ്മതിച്ചിരുന്നു. അതുകൊണ്ട് 4 സ്ത്രീകളുടെ കൊലപാതക കുറ്റം മാത്രമേ ഇയാൾക്ക് പുറത്ത് ചുമത്തിയുള്ളൂ. എന്നിട്ട് പകരം ആ ബോഡികളെല്ലാം കാണിച്ചു തരാൻ പറഞ്ഞു. ഇയാൾ പോലീസിനൊപ്പം ചെന്ന് പല സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തു. എന്നാൽ 11 ബോഡികൾ മാത്രമേ പോലീസിന് കണ്ടുകിട്ടിയുള്ളൂ. അതൊരു വലിയ പ്രദേശമായതുകൊണ്ടും ഓരോ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതി മാറുന്നുകൊണ്ടും ഇയാൾക്ക് തന്നെ എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് അറിയുന്നില്ല. മൊത്തം 461 വർഷം പരോളില്ലാത്ത തടവ് ശിക്ഷയാണ് അയാൾക്ക് കോടതി വിധിച്ചത്. സത്യം പറഞ്ഞ അപ്പം തന്നെ കൊന്നുകളയണമായിരുന്നു, വെറുതെ തീറ്റിപ്പോറ്റുണ്ടായിരുന്നു. എന്നാൽ ബാക്കിയുള്ള വിവരങ്ങളും കൂടെ കണ്ടെത്താൻ വേണ്ടിയായിരിക്കാം കുറെ കാലം ജീവനോടെ വിട്ടിട്ടുണ്ടാവുക. അവസാനം 2014 ജയിലിൽ വെച്ച് തന്നെ പുള്ളി മരണപ്പെടുകയാണ്. നമ്മുടെ ഹീറോ പോലീസുകാരന്, അന്നുണ്ടായിരുന്ന ശരിക്കുള്ള പോലീസുകാരൻ, കമാൻഡർ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ആവുന്നു. പിന്നെ സിൻഡി വേറെ ഏതോ നാട്ടിൽ ചെന്ന് സമാധാനത്തോടെ മറ്റൊരു കല്യാണം കഴിച്ച് കുട്ടികളുമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഈ സിനിമ ആ പാവപ്പെട്ട വിക്ടിംസിന് സമർപ്പിച്ചുകൊണ്ട് അവിടെ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി, പറ്റുമെങ്കിൽ കോമഡി ത്രില്ലറുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ഊറു. കഥ സ്ഥലട്ട് മാസ്.